മണിപ്പൂരിൽ നടന്ന കലാപം, മണിപ്പൂരിൽ ആദ്യമായിട്ടല്ല കലാപം നടക്കുന്നത്. എത്രയോ കലാപങ്ങൾ, അത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോഴും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോഴും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോഴും എല്ലാ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ നടന്ന കലാപങ്ങൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കലാപമല്ല, രണ്ട് മതങ്ങൾ തമ്മിലുള്ള കലാപമല്ല. അവിടെ രണ്ട് വിഭാഗങ്ങൾ, കുക്കി മെയ്തി എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാണ്. ഈ കുക്കി വിഭാഗത്തിലും ബി ജെ പിക്ക് എം എൽ എമാരുണ്ട്, മെയ്തി വിഭാഗത്തിലും ബി ജെ പിക്ക് എം എൽ എമാരുണ്ട്. അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് കൊണ്ട് ആ കലാപം ആസൂത്രണം ചെയ്തത് ബി ജെ പി ആണെന്നാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും പറയുന്നത്. ഈ കലാപത്തെക്കുറിച്ച് രാജ്യത്ത് ഒരിടത്തും ചർച്ചയില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ മാത്രമാണ്. ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും ജനങ്ങളെ വർഗീയ വിദ്വേഷം കുത്തിവെച്ച് എങ്ങനെയെങ്കിലും 4 വോട്ട് കിട്ടാൻ സാധിക്കുമോ എന്നാണ് ഇവരിവിടെ കരുതപ്പെടുന്നത്. ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പബ്ലിസിറ്റി വാഹനം ഞാൻ കണ്ടു. ആ പബ്ലിസിറ്റി വാഹനത്തിൽ പറയുന്നത് മണിപ്പൂർ കലാപത്തിന് ഉത്തരവാദികളായവർ ഒന്ന്. രണ്ടാമത്തെ കാര്യം, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി രാജ്യത്തെ ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്നവർ. ആരാണ് പൗരത്വ ഭേദഗതിയെ ആരാണ് ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഒരു മുസ്ലിമിനും, ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരു മുസ്ലിമിനും ഈ രാജ്യം വിട്ട് പുറത്തു പോകേണ്ടി വരില്ല. ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല. ചുമ്മാ മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുകയാ. ഞങ്ങൾ 100% പറയുന്നു, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിൽ നിന്ന് ആരെങ്കിലും കുടിയേറി പാർക്കാൻ ഇന്ത്യയിൽ വന്നാൽ അവർക്ക് പൗരത്വം നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിലോ ഹിന്ദു വിഭാഗത്തിലോ പഴ്സി വിഭാഗത്തിലോ ബുദ്ധ മതത്തിലോ പെട്ട ഏതെങ്കിലും ആൾക്കാർ അവിടുത്തെ ഭൂരിപക്ഷ മതത്തിൻ്റെ പീഡനം സഹിക്കവയ്യാതെ 2014 ഡിസംബർ 31 മുന്നേ ഇന്ത്യയിൽ കുടിയേറി പാർത്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് പൗരത്വം നൽകുന്നത്. ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിനെയും ക്രിസ്ത്യൻ വിഭാഗത്തിനെയും തെറ്റിദ്ധരിപ്പിച്ച് ഈ രണ്ട് മുന്നണികളും 4 വോട്ടിന് വേണ്ടി ഈ കേരളത്തിൽ വർഗീയ വിദ്വേഷം ഇളക്കി വിടുകയാണ് ഈ രണ്ട് നെറികെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും ഉദ്ദേശമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക.